എല്ലാ കാര്യങ്ങളും ഞാൻ പരിശോധിച്ചിട്ടും ദൈവഭക്തിയേക്കാൾ ശ്രേഷ്ഠമായി യാതൊന്നും ഞാൻ കണ്ടില്ല. അതിനെ സ്നേഹിക്കുന്നവന് ഭാഗ്യം. നീതിമാനായ യൗസേപ്പ് അതിനെ സ്നേഹിക്കുകയും മിസ്രയീമിൽ രാജാവാകുകയും ചെയ്തു. വലിയവനായ മോശ അതിനെ സ്നേഹിച്ചതിനാൽ വടികൊണ്ട് സമുദ്രത്തെ വിഭാഗിച്ചു. ഹാനനിയാദിയായവർ അതിനെ സ്നേഹിക്കുകയും അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അത് തങ്കത്തേക്കാൾ മോഹനീയവും തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളവയുമാകുന്നു. അതിനെ സ്നേഹിക്കുന്നവന് ഭാഗ്യം. പൗലോസ് എഴുതിയ ലേഖനം ഞാനിരുന്ന് വായിച്ചപ്പോൾ എൻ്റെ കണ്ണുനീരൊഴുകി. വ്യഭിചാരികൾക്ക് കഷ്ടമെന്നും മോഷ്ടാക്കൾക്ക് ലജ്ജയെന്നും ദൈവദൂഷണക്കാർക്ക് നിത്യാഗ്നിയെന്നും അതിൽ എഴുതിയിരിക്കുന്നു. ഇവയെല്ലാം എൻ്റെ പൈതൽ പ്രായം മുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കഷ്ടം. പാപിനിയെ പോലെ ഞാൻ നിലവിളിക്കുകയും ചുങ്കക്കാരനെ പോലെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, ദേതോ നീ എന്നോട് കരുണ ചെയ്യണമേ.